നമ്മുടെ കേരളത്തിൻ്റെ തെക്കൻ തീരപ്രദേശത്തു കൂടി നിങ്ങൾ കടൽ തീരത്തുകൂടി നടന്നു കഴിഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള കറുത്ത മണൽ കാണാൻ സാധിക്കും. ഈ കരിമണലിന് ലോകത്തുള്ള മറ്റ് തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെയധികം സാന്ദ്രത കൂടിയ ഒരു അമൂല്യ പദാർത്ഥത്തിൻ്റെ അംശമുണ്ട്. മോണസൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു ധാതു മിശ്രിതത്തിനുള്ളിലാണ് തോറിയം എന്നറിയപ്പെടുന്ന ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഊർജ്ജ സ്രോതസ്സ് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തെ മാത്രമല്ല നമ്മുടെ ഇന്ത്യ ഒട്ടാകെ വളരെ സുലഭമായിട്ട് വൈദ്യുതി ലഭിക്കാൻ കാരണമായേക്കാവുന്ന ഒരു പദാർത്ഥമാണ് അത്തരത്തിൽ കടൽ തീരത്ത് കയറിയും ഇറങ്ങിയും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടും കരകയറിയും ഒക്കെ തന്നെ കിടക്കുന്നത്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ കേരളം ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 9,000 മില്യൺ യൂണിറ്റാണ്. നമ്മുടെ നദികളിൽ അണകെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്രയും വൈദ്യുതി നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും ഇതിൻ്റെ 3 ഇരട്ടിയിലധികം നമുക്ക് ആവശ്യമുണ്ട്. 28,000 മില്യൺ യൂണിറ്റ്. ആകെ വൈദ്യുതിയുടെ 30% മാത്രം കേരളത്തിൽ ഉണ്ടാക്കുമ്പോൾ 70%-ഓളം വൈദ്യുതി നമ്മൾ പൈസ കൊടുത്ത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിലൂടെ കേരളത്തിന് ശരാശരി ഒരു വർഷം 13,000 കോടിയിലധികം അധിക ബാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ഇല്ല എങ്കിൽ ഭാവിയിൽ ഉയർന്നു വരുന്ന വലിയ ഡിമാൻഡുകൾക്ക് കേരളം എന്താണ് ചെയ്യുക? കടൽ തീരത്ത് കിടക്കുന്ന മോണസൈറ്റിൽ നിന്നെടുക്കുന്ന തോറിയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? കേരളം എന്ന് പറയുന്നത് വളരെ ചെറിയ സംസ്ഥാനമാണെങ്കിലും നമ്മുടെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ജനസാന്ദ്രതയും ഇൻഡസ്ട്രിയലൈസേഷൻ്റെ വർധനവും ജീവിതശൈലിയുടെ വ്യതിയാനവും ഒക്കെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഊർജ്ജ ഉപയോഗം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ അളവ് കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുകയോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പണിപ്പാളും. നമുക്കറിയാം, കേരളത്തിലെ ഡാമുകൾ വെള്ളത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ വേനൽക്കാലത്ത് വെള്ളം കുറയുകയും മഴക്കാലത്ത് അമിതമായിട്ട് ഡാം തുറന്നു വിടുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ അളവിലെല്ലാം നമുക്ക് ഗ്രിഡിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സാധിക്കുക. സോളാർ പാനലുകളെ നമ്മൾ ആശ്രയിച്ചതിന് ശേഷം വൈദ്യുതി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ കേരളത്തിൽ നല്ല വെയിൽ കിട്ടും. എന്നാൽ മഴക്കാലത്തും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പകലൊക്കെ മാത്രമേ സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. കാറ്റാടിപ്പാടങ്ങൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാറ്റ് സ്ഥിരമല്ല. ഇനി കാറ്റാടിപ്പാടങ്ങൾ വഴി നമ്മൾ ഉണ്ടാക്കുന്ന വൈദ്യുതിയും നമുക്ക് അത്രത്തോളം കേരളത്തിൻ്റെ മൊത്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് കാർബൺ ന്യൂട്രൽ അല്ല. പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്നതും കേരളത്തിന് അത് ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. സ്വാഭാവികമായിട്ടും വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള മാലിന്യത്തിൻ്റെ അളവ് താരതമ്യേന കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുന്നൊരു മാർഗ്ഗമാണ് ആണവ നിലയങ്ങൾ. ഈ ആണവ നിലയം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അണുബോംബ്, റേഡിയേഷൻ, ചെർണോബിൽ, ഫുക്കുഷിമ തുടങ്ങിയ ചിന്തകളാണ്. അതുകൊണ്ടാണ് സത്യത്തിൽ കേരളത്തിൽ നമുക്ക് കാര്യക്ഷമമായിട്ട് ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ട് ഒരു ആണവ നിലയം സ്ഥാപിക്കാൻ കഴിയാത്തത്. ആണവ നിലയം സ്ഥാപിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ യുറേനിയം, പ്ലൂട്ടോണിയം പോലെയുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകൾ ഉപയോഗിക്കണം. അത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ബോംബിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന അതേ പദാർത്ഥമാണെന്ന് പറയുമ്പോൾ ഭയം കൂടും. എന്നാൽ അതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ആണവ നിലയങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സാധിക്കും. ആശങ്കകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഭാവിയെക്കുറിച്ചുള്ളൊരു സുസ്ഥിരമായിട്ടുള്ള തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണമെങ്കിൽ ആണവ നിലയങ്ങളുടെ സാധ്യത നമ്മൾ പരിഗണിച്ചേ മതിയാവും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിൽ KSEBയുടെ നേതൃത്വത്തിൽ കേരളത്തിലൊരു ആണവ നിലയം വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനെക്കുറിച്ച് കണ്ടിരുന്നു. എന്നാൽ അതിനുവേണ്ടി സാധ്യതാ ലിസ്റ്റിൽ ഇടം പിടിച്ച പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടാവുകയും ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും അതിലൊരാൾ എന്നെ അറിയിച്ചിരുന്നു. അതായത് ആണവ നിലയങ്ങളിലൂടെയുള്ള വൈദ്യുതി വളരെ ചീപ്പായിട്ട് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ ഓക്കെ ആണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ ആശങ്കാകുലരാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 2, യുറേനിയം പോലെയുള്ള മൂലകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണവ നിലയം നിർമ്മിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായിട്ട് നമുക്ക് തോറിയം എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ വേർതിരിച്ചെടുക്കാവുന്ന പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് ആണവ നിലയം പ്രവർത്തിപ്പിക്കാൻ കഴിയും. പക്ഷേ അവിടെയൊക്കെ തന്നെ നിലനിൽക്കുന്ന സാമൂഹിക ആഘാത പഠനങ്ങളും സോഷ്യലായിട്ടുള്ള അവിടുത്തെ ആളുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും നമുക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നമുക്ക് ആദ്യം നമ്മുടെ ആണവ നിലയങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ ആണവ നിലയങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബേസിക്കലി നമ്മൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അതിശക്തമായിട്ടുള്ള ഒഴുക്കിൻ്റെ സഹായത്തോടു കൂടി ടർബൈൻ കറക്കി ജനറേറ്ററുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതേസമയം നമ്മുടെ ആണവ നിലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഫിസൈൽ മെറ്റീരിയൽ എന്ന് പറയുന്ന പദാർത്ഥങ്ങളാണ്. അതായത് റേഡിയേഷൻ പുറത്തുവിട്ട് സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്ന, പരിസ്ഥിതിയിൽ അങ്ങനെ കോമൺ ആയിട്ട് കണ്ടിട്ടില്ലാത്ത പദാർത്ഥങ്ങളുടെ സഹായത്തോടു കൂടിയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ കാറ്റാടിപ്പാടങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കാറ്റാടിപ്പാടങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട്.
അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഇത് പ്രവർത്തിക്കുമ്പോൾ തീ പിടിക്കാനും പക്ഷികൾക്ക് അപകടമുണ്ടാകാനും പരിസ്ഥിതിയെ ബാധിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരു കാറ്റാടിപ്പാടത്തിന് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളെല്ലാം വെൽഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ തന്നെ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നുണ്ട്. സോളാർ പാനൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി കുറവാണ്. 10-15-20 വർഷം കഴിയുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യാൻ പാടാണ്. അത് പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കും. ഇതിൻ്റെ പ്രൊഡക്ഷൻ വർക്ക് തന്നെ ഒരുപാട് രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നതാണ്. കൽക്കരി കത്തിച്ചാലും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നതിൻ്റെ അളവ് വളരെ ഹ്യൂജാണ്. അതേസമയം റിലേറ്റീവ്ലി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടാത്തതും അതേസമയം കുറച്ച് ഇന്ധനത്തിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുന്നതും കാലാവസ്ഥാ വ്യതിയാനവും മറ്റു പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്തതുമായിട്ടുള്ള ഒരു ആണവ നിലയത്തെ പരിഗണിക്കുമ്പോൾ ആക്ച്വലി അതിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി ഒരു രാജ്യത്തിനെ മുഴുവൻ നിലനിർത്താൻ കഴിയുന്ന രീതിയിൽ നമുക്ക് സ്കെയിലബിൾ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ആണവ നിലയത്തിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ആണവ ഇന്ധനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചേമ്പറുകളാണ്. ഒരു അണുബോംബിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന അതേ പ്രവർത്തനമാണ് ആണവ നിലയങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അണുബോംബ് എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ യുറേനിയം പ്ലൂട്ടോണിയം ഒക്കെ നിറച്ചതിന് ശേഷം അതിലുണ്ടാക്കുന്ന ചെയിൻ റിയാക്ഷനുകൾ സത്യത്തിൽ ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു കണത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു യുറേനിയത്തിൽ പോയി ഇടിക്കുന്നു. ആ യുറേനിയത്തിൽ നിന്ന് കൂടുതൽ ന്യൂട്രോണുകൾ ഉണ്ടാകുന്നു. അത് അടുത്ത യുറേനിയത്തിൽ പോയി ഇടിക്കുന്നു. അങ്ങനെ കൂടുതൽ യുറേനിയം സ്പ്ലിറ്റായി അവയിൽ നിന്ന് വരുന്ന ഊർജ്ജം കൊണ്ടാണ് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. അതേസമയം ഈ ഫിഷൻ, ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മളൊരു ആണവ നിലയത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ അതിനെ അനിയന്ത്രിതമായിട്ട് വിടുകയല്ല ചെയ്യുന്നത്. പകരം ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കാത്ത രീതിയിൽ അതിനെ സൂക്ഷിക്കുകയും എന്നാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ തോതിൽ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ചൂടിനെ ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിനെ ഉപയോഗിച്ച് ടർബൈൻ കറക്കി അതിലൂടെ ജനറേറ്ററിൻ്റെ സഹായത്തോടു കൂടി വൈദ്യുതി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ആണവ നിലയങ്ങളിൽ സംഭവിക്കുന്നത്. ഈ ന്യൂക്ലിയർ റിയാക്ഷന് കാരണമാകുന്ന രീതിയിൽ വച്ചിരിക്കുന്ന ഫിസൈൽ മെറ്റീരിയൽക്കകത്ത് കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തിന് വേണ്ടിയുള്ള റോഡുകൾ സ്ഥാപിക്കുകയും നല്ല രീതിയിലുള്ള കൂളിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും അതിലുണ്ടാകുന്ന ചൂടിനെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് മീറ്റർ കണക്കിന് വീതിയിലുള്ള കോൺക്രീറ്റ് കവചങ്ങളാൽ സുരക്ഷിതമായി വച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ആണവ നിലയങ്ങൾക്കുള്ളിൽ ആണവ ഇന്ധനം സൂക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ആണവ ഇന്ധനങ്ങളുടെ കൃത്യമായിട്ടുള്ള റെഗുലേഷനുകളും അതിൻ്റെ നിയന്ത്രണവും റീഫില്ലിങ്ങും അതിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളും ഒക്കെ തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള സ്റ്റാൻഡേർഡുകളും ഇന്ന് ലോകത്തുള്ള എല്ലാ ആണവ നിലയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഏകദേശം 440ഓളം ആണവ നിലയങ്ങളാണ് ലോകമാസകലം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആണവ നിലയത്തിൽ നിന്ന് ഒരുപാട് ശതമാനം വൈദ്യുതിയുടെ ഡിമാൻഡിനെ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ 22-ലധികം ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടംകുളം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നടന്നിട്ടാണ് പല ആണവ നിലയങ്ങളും വന്നതെങ്കിലും ആ പ്രദേശത്ത് കിട്ടുന്ന വൈദ്യുതിയുടെ ലഭ്യത നോക്കുമ്പോൾ ആണവ നിലയങ്ങൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു എനർജി സോഴ്സായിട്ട് തന്നെയാണ് നിലനിന്ന് പോകുന്നത്. ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് ആണവ ഇന്ധനം ചൂടാകുന്നു എന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് ന്യൂട്രോണുകൾ ഉണ്ടാകുന്നു. ന്യൂട്രോണുകൾ ഫിഷൻ റിയാക്ഷൻ ഉണ്ടാക്കുന്നു. ഈ ന്യൂട്രോണുകളുടെ ഫിഷൻ റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ ന്യൂട്രോൺ വലിച്ചെടുക്കുന്ന കൺട്രോൾ റോഡുകൾ അതിനകത്ത് സ്ഥാപിക്കുന്നു. ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഓഫ് ചെയ്ത് വെച്ചാലും പിന്നീട് ഒരുപാട് നേരം കൂൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുള്ള സംവിധാനങ്ങൾ റെഡിയാക്കുന്നു. ഇതിനുശേഷം ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. റേഡിയേഷൻ അടങ്ങിയ വെള്ളമുണ്ട്, ഉപയോഗിച്ച് കഴിഞ്ഞ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുണ്ട്. ഇതിനെയൊക്കെ തന്നെ ഹൈ ഗ്രേഡായിട്ടുള്ള ക്വാളിറ്റി ചെക്കിങ്ങോട് കൂടിയുള്ള കണ്ടെയ്നറുകളിലാണ് സൂക്ഷിക്കുന്നത്. ഈ കണ്ടെയ്നറുകളെ ഭൂമിയിൽ നിന്ന് മീറ്റർ കണക്കിന് താഴെയുള്ള ഭൂഗർഭ പ്രദേശങ്ങളിൽ എത്തിച്ചതിന് ശേഷം അവിടെ സുരക്ഷിതമായിട്ട് വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയും. ആണവ നിലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹൈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകൾ തണുക്കാൻ തന്നെ ഏകദേശം 5 മുതൽ 10 വർഷത്തോളം ഈ പറയുന്ന ആണവ നിലയത്തിനുള്ളിലുള്ള പൂളുകളിൽ സൂക്ഷിക്കണം. അതിനുശേഷമാണ് ഇവയെ കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നത്. ഈ ഡിസ്പോസ് ചെയ്തിട്ട് ഉപേക്ഷിക്കുകയല്ല, പകരം കൃത്യമായിട്ട് അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരു വർഷം ലോകത്ത് കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വൈദ്യുതിക്ക് വേണ്ടി വരുന്ന ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് പരിഗണിച്ച് കഴിഞ്ഞാൽ ബില്യൺ കണക്കിന് ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് ഓരോ കമ്പനികൾ ഓരോ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അതേസമയം ഇത്രയും വൈദ്യുതി നമ്മൾ ആണവ നിലയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഏതാനും ടൺ കണക്കിന് മാലിന്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. അതിൽ തന്നെ ഫ്രാൻസും റഷ്യയും ഒക്കെ തന്നെ ഈ പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ അടങ്ങിയ മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വൈദ്യുതി ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണെങ്കിലും കൃത്യമായ രീതിയിൽ ആണവ നിലയങ്ങളിലെ വേസ്റ്റ് സൂക്ഷിക്കുന്നതിനും അത് പുറത്തേക്ക് വരാത്ത രീതിയിൽ സംരക്ഷിക്കുന്നതിനുമുള്ള ഹൈടെക് ഫെസിലിറ്റികൾ രൂപീകരിച്ചതിന് ശേഷമാണ് ആണവ നിലയങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ ആണവ നിലയങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള യുറേനിയം, പ്ലൂട്ടോണിയം തുടങ്ങിയവ സമ്പുഷ്ടീകരിക്കുന്ന പ്രോസസ്സും അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രോസസ്സൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ തന്നെ ലഭ്യമായിട്ടുള്ള മോണോസൈറ്റിൽ അടങ്ങിയിരിക്കുന്ന തോറിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കേരളത്തിലെ പവർ പ്ലാന്റിനെ വേണമെങ്കിൽ ഓടിക്കാൻ സാധിക്കും.
എന്നാൽ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ് നിലവിൽ. ചില പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഫുൾ സ്കെയിലിൽ അത് ഡെവലപ്പ് ആയിട്ടില്ല. ഇനി നമുക്ക് തോറിയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കേരളം എന്നല്ല, ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലെയും പാറകൾ അടങ്ങിയിരിക്കുന്ന ഒരു ധാതു ലവണ മിശ്രിതമാണ് മോണസൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇൽമനൈറ്റ്, മോണസൈറ്റ്, ഹേമറ്റൈറ്റ് അങ്ങനെ പല വസ്തുക്കളെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കളിമണ്ണ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അലുമിനിയം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പോലെ തന്നെ പലതരത്തിലുള്ള മൂലകങ്ങൾ അടങ്ങിയ സംയുക്തങ്ങളാണ് ധാതു ലവണ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. നമ്മളൊരു കല്ലെടുത്താൽ അതിലും പലതരത്തിലുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സഹ്യപർവ്വതം ഉള്ളതുകൊണ്ട് തന്നെ സഹ്യപർവ്വതത്തിലൂടെ ഒഴുകുന്ന നദികൾ അറബിക്കടലിൽ എത്തിച്ചേരുകയും ഈ നദിയിലൂടെ ഒഴുകി വരുന്ന ലവണാംശം അറബിക്കടലിൽ തിരമാലകളായിട്ടടിച്ച് നമ്മുടെ തീരദേശങ്ങളിൽ ഇങ്ങനെ പ്രത്യേക രീതിയിൽ അട്ടിയിട്ട് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മോണസൈറ്റ് എന്ന് പറയുന്നത്. കരിമണൽ, ഒരു ഗ്രേ കളറും കറുപ്പ് കളറും അടങ്ങിയ ഒന്നാണ് മോണസൈറ്റ് അടങ്ങിയ കരിമണൽ എന്ന് പറയുന്നത്. ഈ കരിമണലിൽ ഏകദേശം 3 മുതൽ 12% മോണസൈറ്റ് എന്ന് പറയുന്ന ഒരു വസ്തു അടങ്ങിയിട്ടുണ്ട്. ഈ മോണസൈറ്റിനകത്ത് ടൈറ്റാനിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, തോറിയം ഉണ്ട്. എന്നാൽ ഇതൊക്കെ വേർതിരിച്ചെടുക്കാൻ നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലുള്ള മെത്തേഡുകളും ആവശ്യമുണ്ട്. തോറിയം എന്ന് പറയുന്ന പദാർത്ഥത്തിൻ്റെ പ്രത്യേകത, നമ്മളതിനെ സുരക്ഷിതമായിട്ട് വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ അതൊരു ഫിസൈൽ മെറ്റീരിയൽ അല്ല, അല്ലെങ്കിൽ യുറേനിയം പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയൽ അല്ല. അതിൻ്റെ അർത്ഥം തോറിയം ഉപയോഗിച്ചുകൊണ്ടൊരു ആണവ നിലയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കുമെന്നുള്ളൊരു പേടി വേണ്ട. എന്നാൽ തോറിയം 232 എന്ന് പറയുന്ന ഈ ഒരു പദാർത്ഥത്തെ നമ്മൾ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ട് യുറേനിയവും പ്ലൂട്ടോണിയവും ഉപയോഗിച്ചുകൊണ്ട് ഫാസ്റ്റ് ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് യുറേനിയം 233 എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഐസോട്ടോപ്പാക്കി മാറ്റാൻ കഴിയും. യുറേനിയം 235 സാധാരണ എല്ലാ ആണവ നിലയങ്ങളിലും ഉപയോഗിക്കുന്നതെങ്കിൽ അതിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള യുറേനിയം 233 മാറ്റാനും അത്യാവശ്യം വലിയ തോതിലുള്ള ആണവ വികിരണം ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഉണ്ടാകാതെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതും യുറേനിയം പോലെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലാതെ മോൾട്ടൺ സാൾട്ടിനുള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അത് തന്നെ കൂളൻ്റായും ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പദാർത്ഥവുമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ചൂടിനെ വെള്ളത്തിലേക്ക് മാറ്റി നീരാവിയെ വൈദ്യുതി ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് തോറിയം ഉപയോഗിച്ചാലുള്ള പ്രത്യേകത. അതായത് സാധാരണ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന രീതിയിലുള്ള ആണവ മാലിന്യമോ അതിനെക്കുറിച്ചുള്ള ആശങ്കകൾക്കോ അടിസ്ഥാനമില്ലാത്തതാണ് തോറിയം കൊണ്ടുണ്ടാക്കുന്ന ആണവ നിലയങ്ങൾ നമുക്ക് തരുന്ന ഒരു ഗുണം. എന്നാൽ ലോകത്തെ പല രാജ്യങ്ങളും തോറിയം ഉപയോഗിച്ചുകൊണ്ട് ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഫുൾ സ്കെയിലിൽ അങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സാണ്. തോറിയം നന്നായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നൊരു പ്രോസസ്സ് വേണം. തോറിയത്തെ ഫാസ്റ്റ് ബ്രീഡ് ചെയ്തതിന് ശേഷം അതിനെ യുറേനിയം 233 കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യണം. ഈ ഒരു പ്രോസസ്സ് എങ്ങനെ സാധിക്കും എന്നുള്ളതിനുള്ളൊരു മറുപടിയായിരുന്നു ബാബ അറ്റോമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽപ്പാക്കത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അവിടെ ചെറിയ അളവിൽ ഇത്തരത്തിൽ തോറിയം ബേസ്ഡ് ആയിട്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കരിമണലിൽ കാണപ്പെടുന്ന മോണസൈറ്റിൽ നിന്നും എങ്ങനെ തോറിയം വേർതിരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇവിടെയൊക്കെ തന്നെ നിലനിൽക്കുന്ന ആശങ്കകൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, വഴിയെ പറയാം. ഈ കരിമണലിനെ നമ്മൾ വലിയ ടൺ കണക്കിന് എടുത്തതിന് ശേഷം ഗ്രാവിറ്റിയുടെ സഹായത്തോടു കൂടി അതിനെ വളരെ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്താണ് ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ, സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മോണസൈറ്റ് വേർതിരിക്കാൻ കഴിയുന്നത്. അതായത് മണലിൽ കാണപ്പെടുന്ന പല പദാർത്ഥങ്ങൾക്കും പല ഡെൻസിറ്റിയാണുള്ളത്. അതിനെ നമ്മൾ ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രോസസ്സിലൂടെ ഗ്രൈൻഡ് ചെയ്ത് വിധേയമാക്കുന്ന സമയത്ത് അവ ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലെയറുകളായിട്ട് അട്ടിയിട്ട് കിടക്കാൻ ആരംഭിക്കും. ഇതിൽ ഒരു പർട്ടിക്കുലർ ഡെൻസിറ്റിയിലാണ് മോണസൈറ്റ് കാണപ്പെടുന്നത്. അപ്പോൾ ലാർജ് എമൗണ്ട് ടൺ കണക്കിന് കരിമണൽ നമ്മൾ കടൽത്തീരത്ത് നിന്ന് എടുക്കുന്നു. പ്രശ്നം കണ്ടില്ലേ? ഈ കടൽത്തീരത്ത് നിന്ന് എടുക്കുന്ന കരിമണലിനെ നമ്മൾ പിന്നീട് മോണസൈറ്റ് വേർതിരിക്കുന്നു. ഈ മോണസൈറ്റ് വേർതിരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തോറിയം എടുക്കുന്നതിനുള്ള പ്രോസസ്സാണ് ഹൈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഹൈ ടെമ്പറേച്ചർ, വളരെ വലിയ ചൂടിലും അതിനെ പ്രതിപ്രവർത്തനം ചെയ്യിക്കുക എന്നുള്ളത്. സൾഫ്യൂരിക് ആസിഡ് അതിഗാഢമായ രൂപത്തിൽ നമ്മൾ മോണസൈറ്റിലേക്ക് കലക്കിയിട്ട് ചൂടാക്കുന്ന സമയത്ത് തോറിയം വേർതിരിഞ്ഞ് വരുമെങ്കിലും അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ വളരെ ദോഷകരമാണെന്ന് മാത്രമല്ല വളരെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള തോറിയമാണ് പിന്നീട് നമുക്ക് കിട്ടുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ വേർതിരിച്ചെടുത്ത തോറിയത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ആണവ നിലയങ്ങളിലേക്ക് തോറിയം ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. ഇതാണ് ഇവിടെ കാണപ്പെടുന്ന ഏറ്റവും വലിയ കടമ്പ. അതായത് പലപ്പോഴും ശാസ്ത്രീയമായിട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെ തോറിയത്തിൻ്റെ ലഭ്യതയെക്കുറിച്ചും അതുപയോഗിച്ചുകൊണ്ട് ആണവ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോഴും ഇതെങ്ങനെ ടൺ കണക്കിന് മണൽ നമ്മുടെ കടൽത്തീരത്ത് നിന്ന് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. എടുക്കുന്ന മണലിൽ നിന്ന് വളരെ കുറച്ച് മാത്രമുള്ള മോണസൈറ്റിനെ നമ്മൾ വേർതിരിച്ച് കടൽത്തീരത്തേക്ക് മണൽ തിരിച്ചിട്ടാലും ആക്ച്വലി അത് കടലിൻ്റെ യഥാർത്ഥ സ്വഭാവം, കടൽ തീരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മാറ്റുന്നുണ്ട്. വർഷങ്ങളോളം തിരമാലയടിച്ച് രൂപപ്പെടുത്തിയെടുത്ത കടൽ തീരത്ത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് പിന്നീട് കടൽ കരയിലേക്ക് കയറുന്നതിന് കാരണമാകുമെന്ന് മാത്രമല്ല പലതരത്തിലുള്ള എക്കോസിസ്റ്റത്തെയും മറൈൻ ലൈഫിനെയും കടൽ തീരത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു സമൂഹത്തെയും ബാധിക്കും. മീൻപിടുത്തത്തിൻ്റെ സ്വഭാവത്തെയും
കരയിൽ തോണി അടുപ്പിക്കുന്ന പ്രശ്നത്തെയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന രീതിയിൽ കടൽ തീരം മാറാനുള്ള സാധ്യതയാണ് സത്യത്തിൽ മോണസൈറ്റിൽ നിന്ന് തോറിയം വേർതിരിക്കുന്ന പ്രോസസ്സിൽ സോഷ്യലായിട്ട് കാണുന്ന പ്രശ്നം. നമുക്ക് ടെക്നോളജിയുടെ അഭാവമുണ്ട്, അതിൽ പഠനം നടത്തേണ്ടി വരും. എന്നിട്ട് മണലെടുക്കുമ്പോഴുണ്ടാകുന്ന സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷം പ്രോസസ്സിങ്ങിലൂടെ തോറിയം എടുക്കുമ്പോഴുണ്ടാകുന്ന സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന മാലിന്യങ്ങളുടെ പ്രശ്നവും അപ്പോഴുണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് ഇഷ്യൂസും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനിയിപ്പോൾ തോറിയത്തിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിലും അല്ലാതെയും നമ്മൾ ആണവ നിലയം കേരളത്തിൽ സജ്ജമാക്കാൻ നോക്കുകയാണെങ്കിലും നമ്മുടെ മുന്നിലുള്ള 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ചെർണോബിൽ ഒരു വലിയ പാഠമല്ലേ? 2, ഫുക്കുഷിമ അതിനേക്കാൾ വലിയ പാഠമല്ലേ? 1986 യുക്രൈനിൽ സോവിയറ്റ് യൂണിയൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു ആണവ നിലയമായിരുന്നു ചെർണോബിൽ ആണവ നിലയം. അവിടെ സംഭവിച്ചത് കാലപ്പഴക്കം ചെന്ന ഒരു ടെക്നോളജിയും പഴയ വസ്തുക്കളും കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ കൂൾ ചെയ്യാനായിട്ട് താമസിക്കപ്പെട്ടതുമായിട്ടുള്ള ആണവ ഇന്ധനത്തിൻ്റെ പൊട്ടിത്തെറിയാണ്. ചെർണോബിലിൽ ലീക്കിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്, പകരം അണുബോംബ് പോലെ പൊട്ടിത്തെറിച്ചതല്ല. എന്നാൽ ചെർണോബിലിൽ അപകടമുണ്ടായതിനു ശേഷം ലോകത്തിലെ എല്ലാ ആണവ നിലയങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ മെഷർമെൻറ്റുകളും സെക്കൻഡറി കൂളിംഗ് സിസ്റ്റവും എമർജൻസി കൂളിംഗ് സിസ്റ്റവും ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിലൂടെ ലോകത്തെ എല്ലാ ആണവ നിലയങ്ങളും അത്യാവശ്യം വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ 2011 ഫുക്കുഷിമയിലുണ്ടായ ആണവ ദുരന്തം എന്ന് പറയുന്നത് ജപ്പാൻ പോലെ ഭൂകമ്പമുണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രദേശത്തുണ്ടായതാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വളരെയധികം ഭൂമിശാസ്ത്രപരമായി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പ്രദേശത്ത് ആണവ നിലയങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ആണവ നിലയം മാത്രമല്ല, അത് മുല്ലപ്പെരിയാറായാലും ഇടുക്കി ഡാമായാലും കുറ്റ്യാടി ആയാലും ഒക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ രീതിയിൽ വെള്ളം കെട്ടി നിർത്തുന്ന പ്രദേശങ്ങളും സ്ട്രക്ചറുകളും ആണവ നിലയങ്ങളും ഭൂമിശാസ്ത്രപരമായിട്ട് സ്റ്റേബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ലൊരു സ്ഥലത്ത് ആണവ നിലയം സ്ഥാപിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. വലിയ തോതിൽ ഡാമിൻ്റെയൊക്കെ തന്നെ സുരക്ഷിതത്വ പ്രശ്നം നിലനിൽക്കുന്ന ഇന്നത്തെ കാലത്ത് നമ്മുടെ പുഴകളിൽ പുതിയ ഡാം കെട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആണവ നിലയങ്ങൾ സ്ഥാപിക്കുക. പക്ഷേ അവിടെയുള്ള ആളുകളെ ബോധവൽക്കരിക്കുക, അതിൻ്റെ വെല്ലുവിളികൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ കൂടംകുളത്തെ കണ്ടതുപോലെയുള്ള പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാൽ ഒരു ആണവ നിലയം വരുമ്പോഴോ തോറിയം എക്സ്ട്രാക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ വികസിപ്പിച്ചെടുത്താലോ ഒരുപാട് ആളുകൾക്ക് പുതിയതായിട്ട് ജോലി കിട്ടുമെന്നും ടെക്നിക്കലായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുമെന്നും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള, അതായത് തടസ്സമില്ലാത്ത രീതിയിൽ നമുക്ക് ചിലവ് കുറഞ്ഞ വൈദ്യുതി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നിട്ട് ഏറ്റവും കൂടുതൽ മോണസൈറ്റിൻ്റെ നിക്ഷേപമുള്ള ലോകരാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കാണപ്പെടുന്ന ഈ ഒരു ധാതു മിശ്രിതത്തെ വേർതിരിച്ചെടുക്കാനും അത് പരിസ്ഥിതി പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനും ആണവ നിലയം സ്ഥാപിക്കാനും കഴിഞ്ഞാൽ മാത്രമേ ഭാവിയിൽ വളരെ അധികം സമ്പന്നമാകുന്ന രീതിയിലേക്ക് പോകുന്ന നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ ഉപയോഗവും അതിലൂടെ ഇന്ത്യയുടെ തന്നെ എനർജി നീഡുകളും മെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളൊരു വാസ്തവം കൂടി അവിടെ ഒളിഞ്ഞിടപ്പുണ്ട്. അപ്പോൾ കേരളത്തിലൊരു ആണവ നിലയം വരുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തോറിയം എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടൽ തീരത്തിനെ നാശോന്മുഖമാക്കുന്ന രീതിയിൽ ടൺ കണക്കിന് മണ്ണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.